റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, ലവ് ലൈഫിനെ പറ്റി നിങ്ങൾക്കുള്ള റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ്? നിങ്ങൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാം. എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ? എന്താണ് ഹിഡൻ ആയിട്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്? ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ്? പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഓൾറൈറ്റ്, സോ മേ ബി ഇത് നിങ്ങളുടെ വലിയൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് വലിയൊരു ഇന്റിമസി തോന്നുന്നത്, അട്രാക്ഷൻ ഉണ്ടാവുന്നത്, കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, ഓർ ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റാത്തത്? ഈവൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും, എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും എന്താണ് ഈ ഒരു കണക്ഷൻ, എന്താണ് ഇതിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത്? സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, വളരെ സ്ട്രോങ് കണക്ഷൻ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ലെസണും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ മസ്റ്റായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള, മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. സോ അത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പിലെ നല്ല കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾ ആ വ്യക്തിയെ കാണുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, മീറ്റ് ചെയ്ത സമയത്ത്, റിലേഷൻഷിപ്പിലായ സമയത്തൊക്കെ നിങ്ങൾ വളരെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് മസ്റ്റായിട്ട് നിങ്ങൾ നല്ലതായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ ഒരു ടൈമിൽ അങ്ങനെ നമ്മുടെ ലൈഫിന്റെ വേറെ പോയിന്റിലേക്ക് തിരിയേണ്ട ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനുള്ള സമയത്ത് ആ ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യരുത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫറെന്റ് ആയിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ബെറ്റർ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ഈവൻ ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടെലിപ്പത്തിക് ബോണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ടെലിപ്പത്തിക്കലി നിങ്ങൾ വളരെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾക്കുള്ളൊരു റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ചില സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന ചില സ്പെഷ്യൽ മൊമെന്റ്സ്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. ഓർ വെരി സൂൺ നിങ്ങൾക്ക് അത്ര വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ഓർ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് ആയിരിക്കാം, ഓർ മേ ബി നിങ്ങൾ ഹണിമൂൺ പോലത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഹണിമൂണിന് പോകുന്നുണ്ടായിരിക്കണം, റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളൊരു റൈറ്റ് പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു റൈറ്റ് റൊമാൻറ്റിക് പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ. ഓക്കെ, റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും യാത്രയിലൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മാത്രമായിട്ടുള്ള പ്ലേസ്. ഓൾറൈറ്റ്, ഓർ ഈ ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് യൂണിയനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങളുടേതായിട്ടുള്ള ചില സമയത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എക്സ്പ്രസ് ചെയ്യാനും വളരെ ഇന്റിമേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുമുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ട്രൂ ലവ്. സോ ഇത് നിങ്ങളുടെ ഒരു ട്രൂ ലവ് ആണ്, റൊമാൻസ് ഓഫ് ലൈഫ് ടൈം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് തോന്നുന്നത്. മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് സോൾ കണക്ഷൻ, സോൾ മേറ്റ്. ഓക്കെ, സോ ഈവൻ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സ്പിരിറ്റ് പോലെ നിങ്ങൾ ഇന്റൻഷൻ മറന്നിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, ഓർ സ്പിരിറ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് ഇത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് മൊമെന്റ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് വേറെ എല്ലാ കാര്യങ്ങളും അവിടെ വെയിറ്റ് ചെയ്യാണ്, ഫ്രോസൺ ആണ്. ഓക്കെ, വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഓക്കെ, അത്രയൊരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് തോന്നാനുള്ള റീസൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാം. ഓൾറൈറ്റ്,
ചില ആളുകൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് റീയൂണിയൻ സിറ്റുവേഷൻ, കാരണം നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ എ ലോങ് ടൈം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വരികയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഏഞ്ചൽ ഗാർഡിയൻസ് ഓർ നിങ്ങളുടെ ഗാർഡിയൻസ് ഓർ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ആക്ച്വലി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ടൈമാണ്. ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക് ടൈം. ഓക്കെ, ഈ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ, ഈ വ്യക്തിയുമായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ പ്ലേസിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് ഫോർ യു, ന്യൂ ലവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ നിങ്ങൾ റീസെന്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾ കണക്ഷൻ തോന്നുന്ന പേഴ്സൺ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്ത് നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കണം, ഇത് നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണോ, പേഴ്സൺ ആണോ എന്നുള്ളത്. നിങ്ങൾ റീസെന്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡൗട്ടും വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ട് വളരെ ഡീപ്പ് ആയിട്ട് ഉള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കത് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ദാൻ ഒരു മാരേജ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനേക്കാളൊക്കെ കൂടുതൽ. ഓക്കെ, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. ഇറ്റ്സ് എ ഗ്രേറ്റ് കൺഫർമേഷൻ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആക്ച്വലി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. വിച്ച് മീൻസ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഓർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പല കാര്യങ്ങളും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല, എസ്പെഷ്യലി നിങ്ങൾ സെപ്പറേഷൻ ആവുന്ന സമയത്ത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ വിട്ട് കളയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ, ആ ഒരു ഫീലിങ്സ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു കണക്ഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ മേ ബി ചില സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്ലാഷസ് ഓർ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ മിക്ക ആളുകൾക്കും നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. അത് ചില ആളുകൾക്ക് പുതിയ സ്നേഹമാണ്, ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്നുള്ള പേഴ്സൺ ആണ്. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് ഫോർ യു, റിട്രീറ്റ്. ഓൾറൈറ്റ്, ഇത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ചില മൊമെന്റ്സ്. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഓക്കെ, ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് ഓർ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബോധർ ചെയ്യുന്നുണ്ടോ അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അത് കുറച്ച് സമയത്തേക്കാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും, ഓക്കെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റീസെന്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു പുതിയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ. നിങ്ങൾ അങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ. ഓക്കെ, ഒരു ഹെവനും അവിടെ നിങ്ങൾ രണ്ടുപേരും. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് എ ഹണിമൂൺ ടൈം. ഓക്കെ, സോ ഐ കൻ സീ ദാറ്റ് ചില ആളുകൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില റൊമാൻറ്റിക് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, പുതിയ റിലേഷൻഷിപ്പ്. ഓർ ഗൈസ്, നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ വെരി സൂൺ അങ്ങനത്തെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ കണക്ഷൻ തോന്നുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആൻഡ് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ ചിലത് നിങ്ങൾ പാസ്റ്റ് എന്നുള്ള ആളുകൾ തന്നെ റീകണക്ട് ചെയ്യാണ്, അത് ഹീൽ ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻസ്. മേ ബി ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ഓർ വൈഫ് സിറ്റുവേഷൻ, ഓർ നിങ്ങളുടെ ഒരു സോൾ ഫാമിലി എന്നുള്ള പേഴ്സൺ ആണ്. വ്യക്തിയുമായിട്ടൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹോം ഫീലിങ്സ് മസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സെപ്പറേഷൻ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നിൽക്കാതെ അല്ലെങ്കിൽ
എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം നിങ്ങൾ മാറി മാറി പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ കാണാണ്, കണക്ട് ചെയ്യാണ്, മനസ്സിലാക്കാണ്. ഓക്കെ, സോ അങ്ങനെ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ എന്താണ് റൈറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഒരു ഇന്റൻസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ഹീൽ ചെയ്യാനുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. Alright, especially നിങ്ങൾ ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് വരരുത്. ഓക്കെ, ഇത് നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് നിങ്ങളൊന്നും ചേസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ ചില ആക്ഷൻസ്, നിങ്ങളുടെ ചില സ്റ്റെപ്സ്, ഈ ഒരു എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ബി ലിറ്റിൽ കെയർഫുൾ, കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. ഓൾറൈറ്റ്, ഓർ ഈ ഒരു സമയം മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ ഒരുപാട് പാനിക് ആക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഈ ഒരു സമയം ഇൻവോൾവ് ആയതിന്റെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏത് വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ടൈം എത്തുന്ന സമയത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മൊമെന്റ്സ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.